ആർട്ട്ലെസ് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അവിഗ്ന. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയ കൊച്ചു ക്രാഫ്റ്റ് വർക്കാണ്. ഫേമസ് ആർട്ടിസ്റ്റ് വിൻസെന്റ് വാൻ ഗോഗിന്റെ സ്റ്റെറി നൈറ്റ് എന്ന പെയിന്റിംഗ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റൂല. പക്ഷേ വീട്ടിലുള്ളവർക്ക് സർപ്രൈസിങ് ആയിട്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് വീട്ടിലിരുന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ ഈ ഫാമിലിയിലേക്ക് പുതിയതായിട്ട് വന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. എന്നാലേ നിങ്ങൾക്ക് ഞങ്ങൾ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോ നോക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് വേണ്ട മെറ്റീരിയൽസ് എന്ന് നോക്കാം. നമുക്ക് 14 ഐസ്ക്രീം സ്റ്റിക്സ് വേണം. അത് കഴിഞ്ഞിട്ടൊരു ഫെവിക്കോള്, പെയിൻറ്റ് ബ്രഷ്, ചെറിയ ഡീറ്റെയിൽ ബ്രഷാണ് വേണ്ടത്. പിന്നെ കുറച്ച് ഷെൽസും സ്റ്റോൺസും, അതായത് നമുക്ക് മനുഷ്യന്മാരെ പോലെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഷെൽസും സ്റ്റോൺസും, പിന്നെ ആക്രിലിക് പെയിൻറ്റ്. അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്നത്, ഇത് ഓൾറെഡി ഞാൻ ഒട്ടിച്ച് വെച്ചതാണ്. ഇപ്പം കണ്ടില്ല, ഇങ്ങനെയാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അതിൻ്റെ മുന്നിൽ ജസ്റ്റ് വൈറ്റും കുറച്ച് ഗ്രീനും മിക്സ് ചെയ്തിട്ട് ഒരു ബേസ് കോട്ട് അടിച്ചതാണ്. വുഡിൽ ചെയ്യുക കൊണ്ട് നമ്മൾ ആദ്യത്തെ 2-3 കോട്ട് അടിച്ച് കഴിഞ്ഞാൽ ഈ വുഡ് കുടിക്കും. അപ്പം കുറച്ച് എന്താ പറയുക, നമുക്ക് കളർ ഫെയ്ഡ് ആവും. അപ്പോൾ അതുകൊണ്ട് 1-2 കോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം സാധാ ഒരു പ്ലാസ്റ്റിക് ഇഫക്റ്റ് വരുള്ളൂ. ഇതിൽ യൂസ് ചെയ്ത കളേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക്, യെല്ലോ, കുറച്ച് ക്രിംസൺ, പിന്നെ ക്രിംസൺ ഇല്ലെങ്കിൽ ഓക്ക് യെല്ലോ എടുത്താലും കുഴപ്പമില്ല. പിന്നെ എൻ്റെ കയ്യിൽ ബ്ലൂവിൻ്റെ എല്ലാ ഷെയ്ഡ്സും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, വൈറ്റ്. അപ്പോൾ ഇത്രയും കളേഴ്സാണ് യൂസ് ചെയ്തത്. ബ്ലൂവിൻ്റെ എല്ലാ ഷെയ്ഡ്സ് എന്ന് പറയുമ്പം തേലോ ബ്ലൂ, പ്രഷ്യൻ ബ്ലൂ, അൾട്രാമെറൈൻ ബ്ലൂ എന്നിട്ട് അങ്ങനെ കുറേ ബ്ലൂവിൻ്റെ ഷെയ്ഡുകളുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഷെയ്ഡ്സും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പെയിൻറ്റിങ് കാണാത്തവരായിട്ട് ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റെഫറൻസ് ജസ്റ്റ് നെറ്റ് പോയി തന്നെ അടിച്ചാൽ തന്നെ കിട്ടും. സ്റ്റെറി നൈറ്റ് എന്ന പെയിൻറ്റിങ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ റെഫറൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആ പെയിൻറ്റിങ്ങിൽ നിങ്ങൾക്ക് കാണുന്ന ചെറിയ ചെറിയ ലൈൻസ് വന്നിട്ടാണ് ആ പെയിൻറ്റിങ് ഫുള്ള് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമ്മളിവിടെ ഫോം ചെയ്യാൻ ശ്രമിക്കുകയാണ്. കുറച്ചധികം സമയം എടുത്തു ഞാനിത് ഫുൾ വരച്ച് വന്നപ്പോഴേക്ക്. അപ്പോൾ ഇത് കുറച്ച് സ്പീഡാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഞാൻ ഫുൾ തീർത്തതെന്ന്. എന്നിട്ട് ഞാൻ ബാക്കി പറയാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പ്രൊസീജിയറിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിതിനകത്ത് ഷെല്ലുകൊണ്ട് 2 ആൾക്കാർ, ഇതിപ്പോൾ എനിക്ക് ആ ഷെല്ലിന് സ്കേർട്ടിൻ്റെ രീതി കിട്ടിയതിനെ കൊണ്ട് 2 ഗേൾസിനെ വെച്ചെന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് മെയിലാണ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സ്റ്റോൺസ് സെലക്ട് ചെയ്താൽ മതി. ഇനി അതിനെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ അടുത്ത് ഞാൻ ചെറിയൊരു ബോബോ പൂച്ചക്കുട്ടിയോ എന്താണെന്ന് വെച്ചാൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അതിനെ വരച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ആ കല്ലിന് കറുപ്പാ കളർ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഡാർക്ക് ആയതിനെക്കൊണ്ട് അതും കറുപ്പാകുമ്പോൾ എടുത്ത് വെക്കില്ല. അതുകൊണ്ട് അതിന് കുറച്ച് വൈറ്റ് ഹെയർസ് കൊടുത്തതാണ്. പിന്നെ ഒരു ടെയിൽ നമ്മൾ സാധാ വൂളൻ ത്രെഡ് ഇല്ലേ, അതിനെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തതാണ്. ഇനി ഇവരിങ്ങനെ വായിൽ നിൽക്കുന്നവർ തോന്നണം. അതുകൊണ്ട് ഇവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കാം. അത് ജസ്റ്റ് ബ്ലാക്ക് ആക്രിലിക് കൊണ്ട് അടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ സ്റ്റാൻഡിലാക്കാനുള്ള പരിപാടി എന്താണെന്ന് നോക്കാം.
അപ്പോൾ 2 ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കുക, ചെറിയൊരു കഷ്ണം കട്ട് ചെയ്ത് വെക്കുക. കളയണ്ട, അത് നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ 2 കഷ്ണം ഒരേ സൈസുള്ള വേറെ 2 കഷ്ണവും നമുക്കിപ്പോൾ കിട്ടും. എന്നിട്ട് ഇതിനെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ ഈ ചെറിയ 2 കഷ്ണത്തിന് ഇതിവിടെ കാണുന്ന പോലെ മുകളിൽ ഒട്ടിക്കുക. ഓക്കെ, അതൊന്ന് ഒട്ടിച്ച് കുറച്ച് നേരം ഡ്രൈ ആവാൻ വെക്കുക. അതിന് ശേഷം ഇപ്പോൾ കണ്ടില്ലേ, ഗ്ലൂ ആക്കാതെ തന്നെ, ഒന്നും ആക്കാതെ തന്നെ ഇത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആ പൊസിഷനിൽ വെച്ചിട്ട് തന്നെ ഇതിനെ ജസ്റ്റ് ഗ്ലൂ ആക്കിയിട്ട് ഈ സ്റ്റാൻഡ് പോലെ നിർത്തിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ സെറ്റ് ആയിക്കോളും. ഓക്കെ, അപ്പം നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ ഓൾറെഡി 2 ഷെൽ ആർട്സ് അല്ലെങ്കിൽ പെബിൾ ആർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുക, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ.